ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നാം കടന്നുപോകുന്ന ഈ ദിവസങ്ങൾ വളരെയധികം മഹത്വമുള്ള ദിവസങ്ങളാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൻ അഫ്ളല മിൻഹാ ഫീ ഹാദിഹി. ഒരു വ്യക്തി ചെയ്യുന്ന അമലുകൾ ഏറ്റവും മഹത്വം, അത് ചെയ്യാൻ ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങൾ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ വളരെയധികം മഹത്വമുള്ള ദിവസമാണ്. ഇസ്ലാം വളരെയധികം പ്രത്യേകതകൾ പറഞ്ഞു തന്നിരിക്കുന്ന ദിവസമാണ്. അതിൽപ്പെട്ട ചില പ്രത്യേകതകൾ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ ഫജ്ർ വലയാലിൻ അശർ. 10 ദിനങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നു. 10 ദിനരാത്രികൾ. ഏതാണ് ഈ 10 ദിവസങ്ങൾ? അതിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും പറയുന്നു, അശ്റു ദിൽ ഹിജ്ജ. ഈ 10 ദിവസങ്ങൾ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിരിക്കുന്ന 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അതുകൊണ്ട് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളെ നിസ്സാരമായി ഒരിക്കലും കാണാൻ പാടില്ല. മറിച്ച് അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി മഹത്വം പഠിപ്പിച്ചിരിക്കുന്ന ദിവസങ്ങളാണ് ഈ 10 ദിവസങ്ങൾ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞതായി ഇമാം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്നതായി കാണാം, അഫ്ളലുൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ. അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം എന്ന് പറയുന്നത് ദുൽഹിജ്ജയിലെ 10ാമത്തെ ദിവസമാണ്. അല്ലാഹുവിന്റെ അരികിൽ ഒരു വർഷത്തിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം ദുൽഹിജ്ജയുടെ 10ാമത്തെ ദിവസമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ 9ാമത്തെ ദിവസമാണ് യൗമു അറഫ. വളരെയധികം മഹത്വമുള്ള ഒരു ദിവസം. ഈ ദീനിനെ പൂർത്തീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദീനിനെ നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് അറഫ ദിവസമാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ അതിനെ ഒരു കാരണവശാലും നിസ്സാരമായി കാണാൻ പാടില്ല. വളരെയധികം മഹത്വമുള്ള ദിവസമാണ്. ഈ ദിവസങ്ങളിൽ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ 9ാമത്തെ ദിവസം അറഫ ദിവസം, അതിനെക്കുറിച്ച് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, യുകഫിറുസ് സനതൽ മാദിയത വൽ ബാഖിയ. കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപം ആ നോമ്പ് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ദുൽഹിജ്ജ മാസത്തിലെ 9ാമത്തെ നോമ്പ്, അറഫ ദിവസമുള്ള നോമ്പ് ഒരു കാരണവശാലും നാം ഒഴിവാക്കാൻ പാടില്ല. എന്തായാലും ആ ഒരു നോമ്പെടുക്കാൻ എല്ലാ സഹോദരങ്ങളും തയ്യാറാവുക. ഇന്ന് ചില യുവാക്കളൊക്കെ നോമ്പിന്റെ വിഷയത്തിൽ തീരെ ശ്രദ്ധ കാണിക്കാറില്ല. ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു അനാസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നാം പരിശ്രമിക്കുക. നിർബന്ധമായും അറഫ ദിവസത്തിലെ നോമ്പ് നാം ഓരോരുത്തരും എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തക്ബീറുകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. തക്ബീറുകൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. അവിടുന്ന് പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി അൽഅമൽ ഫീഹിൻ മിൻ ഹാദിഹിൽ അശർ. ഈ 10 ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിന് വളരെയധികം ഇഷ്ടമാണ്. ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. ഈ ദിവസങ്ങളിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് നിങ്ങൾ അധികരിപ്പിക്കുക, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നിങ്ങൾ അധികരിപ്പിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നിങ്ങൾ അധികരിപ്പിക്കുക. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ഈ 10 ദിവസങ്ങളിൽ കൂടുതൽ നാം ശ്രദ്ധ പുലർത്താൻ വേണ്ടി തയ്യാറാവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, അല്ലാഹു അക്ബർ പറയുക, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് പറയുക. ഈ 3 ദിക്റുകൾ അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ കൂടുതലാക്കാൻ നാം പരിശ്രമിക്കുക. തക്ബീറിന്റെ വിഷയം ഇന്ന് പല ആളുകളും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ദിവസങ്ങളിൽ തക്ബീർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറും അബൂ ഹുറൈറയും റളിയല്ലാഹു അൻഹുമ ദുൽഹിജ്ജ തുടങ്ങിക്കഴിഞ്ഞാൽ പട്ടണങ്ങളിലൊക്കെ പോയി ഉറക്കെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെ തക്ബീർ പറയുന്നതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അവർ തക്ബീറുകൾ പറയാറുണ്ട് എന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ
തഅലീഖായി ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുൽഹിജ്ജ തുടങ്ങിയത് മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസത്തിലെ മഗ്രിബ് വരെ തക്ബീറുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. ഇനി തക്ബീർ പറയുമ്പോൾ കേവലം അല്ലാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അതല്ല, അതിന് പ്രത്യേകിച്ച് ഇന്ന രൂപങ്ങളുണ്ടോ? ഏത് രൂപത്തിൽ നമുക്ക് തക്ബീർ പറയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രത്യേകിച്ച് രൂപം തക്ബീറിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ ചില സ്വഹാബികളിൽ നിന്ന് തക്ബീറുമായി ബന്ധപ്പെട്ട് ചില രൂപങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാറുള്ള തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കബീറ എന്നായിരുന്നു. ഒന്നുകിൽ നമുക്ക് അങ്ങനെ പറയാം, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് നമുക്ക് പറയാം. അതാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടത്. അതല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നതുപോലെ അല്ലാഹു അക്ബർ കബീറ അല്ലാഹു അക്ബർ കബീറ അല്ലാഹു അക്ബർ വഅജൽ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുൽഹിജ്ജ തുടങ്ങിയത് മുതൽ ദുൽഹിജ്ജയുടെ 13ാമത്തെ ദിവസം അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസം മഗ്രിബ് വരെ തക്ബീറുകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വാഹനത്തിൽ പോകുമ്പോഴാണെങ്കിലും വീട്ടിലാണെങ്കിലും പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും തക്ബീറുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമുള്ള കാര്യമാണ്. സഹാബത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ അധികമായി പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്ന് പല ആളുകളും ഖുർആനുമായിട്ടുള്ള ബന്ധം വളരെ കുറവാണ്. പലരോടും നിങ്ങൾ അവസാനം ഖതം തീർത്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവർ പറയും കഴിഞ്ഞ റമദാനിനാണ്. എന്നാൽ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവിതത്തിൽ ഖുർആൻ നോക്കാത്ത ഒരു ദിവസം ഞാൻ വെറുക്കുന്നു, ഒരിക്കലും ഖുർആൻ നോക്കാത്ത ഒരു ദിവസത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ ദിവസവും ഖുർആൻ ഓതുക. ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു ഖതം തീർക്കാൻ നാം പരിശ്രമിക്കുക. നമ്മുടെ ഭാര്യയോട് ഖുർആൻ ഓതാൻ വേണ്ടി പറയുക, നമ്മുടെ മക്കളോട് ഖുർആൻ ഓതാൻ വേണ്ടി പറയുക. ചെറിയ മക്കളാണെങ്കിൽ അവരെ ഓതാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അതിന് പ്രോത്സാഹനമായി അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇന്ന് ചില ആളുകളൊക്കെ 10ാം ക്ലാസ് പാസ്സായാൽ നല്ല നല്ല സമ്മാനങ്ങൾ വാങ്ങി നൽകും, നല്ല സമ്മാനങ്ങൾ വാങ്ങി നൽകും. എന്നാൽ മകൻ ഖുർആൻ ഖതം തീർത്താൽ അവനൊരു സമ്മാനം, അവൻ ഖുർആൻ ഓതിയാൽ അവനൊരു സമ്മാനം, ഒരു പ്രോത്സാഹനം. ഇതൊന്നും ഇന്ന് പല മാതാപിതാക്കളും ചെയ്യുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അവർക്ക് പ്രോത്സാഹനം എന്ന രൂപത്തിൽ ചെറിയ ചെറിയ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടാണെങ്കിലും അവരോട് ഖുർആൻ ഓതാൻ വേണ്ടി പറയുക. അത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റില്ല എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ ഫത്വ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുന്നേറാൻ, അതിൽ മത്സരിക്കാൻ നാം തയ്യാറാവുക. അല്ലാഹു പറഞ്ഞതുപോലെ വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, ഇത്തരത്തിൽ ആഖിറത്തിന്റെ വിഷയത്തിൽ മത്സരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. അതല്ലാതെ ഭൗതികമായ കാര്യങ്ങളിലും സമ്പാദ്യം നേടിക്കൂട്ടാനുമല്ല ഒരിക്കലും നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.